ഞാൻ പലപ്പോഴും തലച്ചോറില്ലാത്തവനാണെന്ന് പറയുന്നില്ലേ? ഏതുപോലെ ഒരു ദിവസം സിംഹം കുറുക്കനോട് പറഞ്ഞത്രേ, അല്ല കുറുക്കന്, നീ എനിക്കിപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചങ്ങി മിതുങ്ങിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചങ്ങി കുറുക്കൻ എന്താക്കി, നേരെ കാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കഴുതയെ കണ്ടു. കഴുതയോട് പറഞ്ഞു, അല്ല കഴുതയെ, നിന്നെ സിംഹം കാട്ടിലെ രാജാവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എമർജൻസിയായി സിംഹയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ നേരെ കഴുത വിശ്വസിച്ച് സിംഹൻ്റെ അരികിലേക്ക് പോയി. സിംഹം ഈ കഴുതയെ കണ്ടപ്പോൾ ഒന്ന് അറ്റാക്ക് ചെയ്ത് അതിൻ്റെ കാതിനെ അങ്ങ് പിടിച്ചു വലിച്ചെടുത്തു. ഈ കഴുത നേരെ അങ്ങ് ഓടി രക്ഷപ്പെട്ടു കുറുക്കൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞു, അല്ല കുറുക്കൻ, നീ എന്നെ ചതിച്ചു അല്ലേ, എൻ്റെ കാതിനെ സിംഹം കടിച്ചു മാന്തി കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ കുറുക്ക കഴുതയോട് പറഞ്ഞത്രേ, അല്ല, അത് നിന്റെ രാജകീയമായ കിരീടം ധരിക്കണമെങ്കിൽ നിന്റെ 2 കാത് അതിന് തടസ്സമാകുന്നുണ്ട്, അതുകൊണ്ട് അത് കളയാൻ വേണ്ടിയിട്ടാണ് സിംഹം കരുതിയതെന്ന് പറഞ്ഞപ്പോൾ ഇതും വിശ്വസിച്ച് വീണ്ടും ഈ കഴുത എന്താക്കി സിംഹയുടെ അരികിലേക്ക് പോയി. എന്നിട്ട് ഈ സിംഹക്ക് ഈ കഴുതയെ കണ്ടപ്പോൾ വീണ്ടും അറ്റാക്ക് ചെയ്ത് അതിൻ്റെ വാലിനെ കടിച്ചങ്ങ് വലിച്ചെടുത്ത് വീണ്ടും അവിടെ നിന്ന് എസ്കേപ്പായി ഓടി രക്ഷപ്പെട്ടു കുറുക്കനോട് പറഞ്ഞു, ഇത്തവണ പോയപ്പോൾ എൻ്റെ വാലിനെ കടിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഈ കുറുക്കൻ കഴുതയോട് പറഞ്ഞത്രേ, ആ വാലിനെ കടിച്ചെടുക്കാൻ കാരണം രാജകീയമായ കിരീടം ധരിച്ച് രാജകീയമായ കസേലകളിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ വാല് അതിന് തടസ്സമാകും, അതുകൊണ്ടാണ് വാല് കളയാൻ വേണ്ടിയിട്ടാണ് സിംഹം കരുതിയത്. അതുകൊണ്ട് ഇതും വിശ്വസിച്ച് വീണ്ടും ഈ കഴുത എന്താക്കി സിംഹയുടെ അരികിലേക്ക് പോയപ്പോൾ സിംഹം പിടിച്ചു വെച്ച് അതിനെ കൊലപ്പെടുത്തി കളഞ്ഞു. എന്നിട്ട് ഈ കുറുക്കനോട് സിംഹം പറഞ്ഞു, അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഹൃദയവും അതിൻ്റെ മാംസവും അതിൻ്റെ തലച്ചോറ് നീ ഒന്ന് എനിക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഈ കുറുക്കൻ എന്ത് ചെയ്തു, അതിൻ്റെ തലച്ചോറ് തിന്ന് മാംസവും പിന്നെ ഹൃദയവും അതിൻ്റെ കരളെല്ലാം എടുത്തുകൊണ്ട് സിംഹൻ്റെ അരികിലേക്ക് പോയപ്പോൾ സിംഹം ദേഷ്യത്തോട് ചോദിച്ചു, ഇതിൻ്റെ തലച്ചോറ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുറുക്കൻ സിംഹയോട് പറഞ്ഞു, അല്ല സിംഹമേ, 2 പ്രാവശ്യം വന്നിട്ടും നീ അദ്ദേഹത്തെ തിന്നാൻ ശ്രമിച്ചിട്ടും വീണ്ടും ആ കഴുത എന്താക്കി നിന്റെ അരികിലേക്ക് വന്നല്ലോ, അതിനൊക്കെങ്ങാനും തലച്ചോറുണ്ടായിരുന്നെങ്കിൽ ഈ കഴുത വീണ്ടും നിന്റെ അരികിലേക്ക് വരുമായിരുന്നു. ഇതുപോലത്തെ തലച്ചോറില്ലാത്ത ചില മനുഷ്യരുണ്ടാകും ഞങ്ങളുടെ കൂട്ടത്തിൽ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം എന്താക്കണം, വിലയിരുത്തണം. ഓക്കെ.